ഞാനേ നമ്മള് ഒരു സ്ഥലം പോകുമ്പോ ഒരു കാര്യം കണ്ടോണ്ടിരിക്കുകയാണേ. നല്ല രസമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഈ വക അംഗങ്ങള് ശ്രീ ചെമ്മണിയൻ കാവ് ദേവി നിങ്ങളുടെ മൊത്തം ഒരു റെഡിഷ് കളർ. നമ്മളിപ്പോ കണ്ണൂർ ഫോർട്ടിലേക്കാണ്. താഴെ ചൊവ്വയെന്നാണ് നമ്മൾ കണ്ണൂർ ഫോർട്ടിലേക്ക് പോകുന്നത്. 20 minutes എന്ന് പറഞ്ഞു. ഇൻ ബിറ്റ്വീൻ ടൈമിൽ ട്രാഫിക് കിട്ടാൻ ചാൻസ് ഇല്ല. കിട്ടാൻ ചാൻസ് എന്നല്ല, നല്ലപോലെ ട്രാഫിക് ഉണ്ടേ. അവിടെ ചളി പറയരുത് കേട്ടോ. കറക്റ്റായിട്ട് മൈക്ക് കിട്ടേ. ഇനി മൈക്ക് വെച്ചിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ പറ്റില്ല. സംസാരിക്കണം, പക്ഷെ ചോദിക്കുന്നതിന് പറയാം, പക്ഷെ ചളി പറയരുത് റിപ്ലൈ ആയിട്ട്. എനിക്ക് ഇങ്ങനെ പേടിയാ. ചിലപ്പോ ആ മലയാളം പറഞ്ഞത് ഓർമ്മ ഉണ്ടാവുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. ദേ മാക്സിക്കടാ ഇവിടെ ഉണ്ടായിരുന്നു. അത്ര മാക്സിക്കടാ നമ്മൾ ഇന്നലെ ഈ വഴി വന്നാ നമ്മുടെ റെയിൽവേ ഗേറ്റ് അവിടെ റെയിൽവേ ക്രൂസ് ഉണ്ട് ഇവിടെ. മന്ദിരം ചൊവ്വ വരുന്ന വഴിക്ക് സിമെന്റിന്റെ ഒരു പണി നടക്കണേ, റോഡ് പണി. അപ്പൊ സിമെന്റിന്റെ അതൊക്കെ തെറിച്ചിട്ടുണ്ട്. ഇവരിപ്പോ കഴുകിക്കൊണ്ടിരിക്കുക ആണോ. പക്ഷെ ഞാൻ ഇന്ന് റൈബാനല്ല. ഓ ഇതാണ് ഇഷ്ടം. അപജയണ്ടോ? ഇതൊക്കെ ഓക്കെ ചെയ്യാം. മേക്കപ്പ് കൂടിയോ ചേട്ടാ? പുഷ്പ ചേച്ചിയാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വേണ പോലെ ഉണ്ട്. ഗേറ്റ് ഒക്കെ തുറന്നിട്ടോ. നമ്മുടെ വീടിന്റെ അടുത്ത് മുളവന്താവ് റെയിൽവേ ക്രോസ് ഉണ്ട്, അവിടെയാണ് ഇങ്ങനെ കാണാറ്. ഇപ്പൊ കുറെ പിന്നെ ഒരു പോട്ടോരുണ്ട്. കുറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ചെറിയ റെയിൽവേ ക്രോസ് ചെയ്യണത്. അവിടെയുണ്ട്. അയ്യോ താണ്ട് ആ സൈഡിൽ തന്നെ ഉണ്ട്. നമ്മളിപ്പോ പോകുന്നത് കണ്ണൂർ സിറ്റിയിലേക്ക് പോവാൻ. സത്യത്തിൽ ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു സിറ്റി ഇവിടെ അടുത്ത് തന്നെയാണോ വെച്ചപ്പോൾ ആ സിറ്റി അല്ല, കണ്ണൂർ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. അത് കാണാൻ വേണ്ടി പോകും. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ക്യൂടെക്സ് കുറവായിപ്പോൾ ഒന്ന് ഇട്ടപ്പോഴത്തേക്ക് രാമച്ചേരി ചെയ്തോ. രാമച്ചേരി ക്യൂടെക്സിന്റെ മണമിഷ്ടത്ര. എൻ്റെ കയ്യിൽ ക്യൂടെക്സിന്റെ നിറം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ ഒരു പാട്ട് സിദ്ധാർത്ഥിനൊരു സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ ഈ ഒരു പാട്ട് കേട്ടാ ഇഷ്ടമില്ലാത്ത ആൾക്കാരാരുള്ള ADCB സിറ്റി തയ്യൽ. ഇതിന്റെ സ്ഥലത്തിന് തയ്യൽ. നമ്മുടെ നാട്ടിൽ തയ്യൽ എന്ന് പറഞ്ഞാൽ തുണിക്കട, തുന്നല്ലേ, ഡ്രസ്, അതിന്റെയാ. നമ്മുടെ ഇവിടെ കേരള സ്റ്റേറ്റ് അറിയില്ല. പോലീസ് അകമ്പടി സേവിച്ചു പോണ്ട്. മനോഹരമേ ശ്രീ കുടുംബ ഭഗവതി ക്ഷേത്രം. സ്നേഹം എത്ര മനോഹരമേ. കണ്ണൂര് ആയിക്കര ഹാർബറിലേക്ക് എത്താൻ പോവാണ്. ഇപ്പോൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ കുറേ വർഷം പഴക്കമുള്ള കുറച്ച് ബിൽഡിങ്സ് കാണാം. എനിക്ക് തോന്നുന്നു ഇതൊരു 60, 70, 100ന്റെ അടുത്തൊക്കെ ഉണ്ടാവും അല്ലേ. ഇതിന്റെ പഴക്കം നോക്കുന്ന പഴയ ബിൽഡിങ്സ് ആണിത്. ക്ലിയർ ആയിട്ട് കാണുന്നു. കല്ലുമ്മക്കായ കിട്ടുന്ന കല്ലുമ്മക്കാണ് ഭ്രാന്താണ് എനിക്ക്. ഇതൊക്കെ പണ്ടത്തെ അറക്കൽ കോട്ട, അറക്കൽ പള്ളി. ഇതാണ് കേട്ടോ സംഭവം. ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇതിപ്പോ എന്തെന്നാ ഇടിഞ്ഞു പോലെ വീണിട്ടുണ്ട് കുറെയൊക്കെ. നിലവിൽ നിൽക്കുന്ന അറക്കൽ മ്യൂസിയം എന്ന് നിൽക്കുന്നത് ഇതാണ് കേട്ടോ. ഒരു സമയത്തെ എന്താ പറയാ, അതാ അവിടെ എൻട്രൻസ് ഉണ്ട്, കേറാൻ പറ്റില്ല. അറക്കൽ മ്യൂസിയം. യെസ്, പഴയ രാജകുടുംബം. ഈ പള്ളിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. പുരാതനമായിട്ടുള്ള സംഭവമാണ്. ഐ മീൻ കുറെ കാലങ്ങൾക്ക് പഴക്കം തോന്നുന്നു അല്ലേ. പള്ളിന്റെ കളറൊക്കെ നന്നായിട്ടുണ്ട്. ഇപ്പൊ ഹാർബറിലേക്ക് പോയിക്കാണ്. ലെഫ്റ്റ് സൈഡില് ഹാർബറിലേക്കാണ്. ഈ വഴി ലെഫ്റ്റില് ഇവിടെ ഇടത്തോട്ട് പോയ ഹാർബർ. ഇവിടെ മാപ്പിള ബേ മത്സ്യബന്ധന തുറമുഖം. മലയാളം പറയുമ്പോൾ സൂക്ഷിച്ച് പറയേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഞാൻ. കണ്ണൂർ ജില്ല അവിടെ എന്തൊക്കെയാ പണി നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചെറുട്ട് കയറുന്നുണ്ടല്ലോ. ഒരു തരത്തില് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ കാണിക്കാൻ പറ്റിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇരിക്കുന്നതാണ് നമ്മുടെ ജില്ലാ ആശുപത്രിയിലെ. ഏത് നാട്ടില്
ഏത് ജില്ലകളിലത്തെയായാലും അവിടത്തെയൊക്കെ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സത്യത്തിൽ നമുക്കൊക്കെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് കാണിക്കാൻ പറ്റിയതും നല്ല എക്സ്പീരിയൻസ് ആയ ഡോക്ടേഴ്സുള്ള. കാരണം എനിക്കതൊക്കെ ഒരു അനുഭവമുള്ള ഒരാളാണ്. എനിക്കൊരിക്കൽ മൂക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞത്, കണ്ണിൻ്റെ, അതുപോലെ എന്താ പറയുക വേറെ 1-2 കാര്യങ്ങളൊക്കെ ഡോക്ടർ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് എനിക്ക് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെയാണ്. 1 ടൈമെങ്കിലും നമ്മൾ കണ്ണൂരൊന്ന് വിസിറ്റ് ചെയ്യണം. ഒരു 3 to 4 days ഇവിടെ നിന്നിട്ട് പക്ഷേ കണ്ണൂർ ജില്ല മൊത്തം കാണാം. അത്രയും കാണാനുണ്ട്. എനിക്ക് എത്ര ദിവസം കൊണ്ടല്ല, ഉള്ള ഒരു 1 day കൊണ്ട് അല്ലെങ്കിൽ 2 days കൊണ്ട് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നാളെ എന്തായാലും പഴശ്ശിനിക്കടവ് പോകുന്നുണ്ട്. പഴശ്ശിനിക്കടവിൻ്റെ വലിയൊരു വ്ളോഗ് ഞാൻ വേറെ ചെയ്തുതരാം. എന്താണ്ട് ഒരു സംഭവം അവിടെ വെച്ചിട്ടുള്ള അമ്പാടി കുഴപ്പമില്ലോ. ഇപ്പുറത്തെ സൈഡ് ഹേയ് ജവാൻ ജയ് കിസാൻ. യെസ്, ആള് സെലക്ട് പുലി 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 പുലി. ഇതിന്റെ സെന്റർ ആണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ഉണ്ട് വിപിനൊക്കെ പറഞ്ഞിട്ട്, വിപിൻ ഫ്രം വയനാട്. അവന് മിലിറ്ററി ക്യാമ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന കണ്ണൂര്, ഇവിടെയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ എൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ മിലിറ്ററി ക്യാമ്പും. നമ്മളിതാ ഫോർട്ടിലേക്ക് എത്തി. കണ്ണൂർ ഫോർട്ട്, കണ്ണൂര് എന്താണ്, കണ്ണൂർ കോട്ടയ്ക്ക് സെന്റ് ആഞ്ചലീസ് ഫോർട്ട്. കയറുന്നു. ഇതാരാണ്, ഇതെന്താ ഷൂ തൊട്ടി കളിക്കണം ചേട്ടാ? അയ്യോ, ഷൂ കഴിഞ്ഞു കൊച്ചിന്റെ. ഭാരത് മാതാ കി ജയ്. കൊടി കിടന്ന് പാറി കളിക്കുന്നുണ്ട്. ബാക്കി ഉള്ളിൽ പോയിട്ട് ആൾക്കാർ അത്യാവശ്യം വന്നിട്ടുണ്ട്. ക്യൂ എന്ന് പറയാനൊന്നും കാര്യമായിട്ടൊന്നുമില്ല.